നവകേരളം നവമുന്നേറ്റത്തിൽ ആദ്യം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ്. മലയോര പട്ടണമായ തിരുവമ്പാടി കുടിയേറ്റ മേഖലയും കൂടിയാണ്. മലയോര ഹൈവേ അടക്കം കടന്നുപോകുന്ന മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് കോടികളുടെ പദ്ധതിയാണ്. ലിൻഡോ ജോസഫാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കാരശ്ശേരി, കോടഞ്ചേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി, പുതുപ്പാടി, മുക്കം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം. തുഷാരഗിരി വെള്ളച്ചാട്ടം, അരിപ്പാറ വെള്ളച്ചാട്ടം, കോഴിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ് തിരുവമ്പാടിക്ക് സൗന്ദര്യം പകരുന്നത്. കുന്നുകളും ചരിവുകളും സമതലങ്ങളും പാറക്കെട്ടുകളും ഇടകലർന്ന തിരുവമ്പാടിയുടെ ഭൂപ്രകൃതിക്ക് ചാരുത പകരുന്ന വികസനമാണ് നടന്നുവരുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി പദ്ധതിയിലൂടെ 3000 കോടി രൂപയോളം വരുന്ന സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മലയോര ഹൈവേയുടെ 42 കിലോമീറ്റർ കടന്നുപോകുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലൂടെയാണ്. 248 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന മലയോര ഹൈവേയാണ് തിരുവമ്പാടിയുടെ തിലകക്കുറിയായി മാറുന്നത്. ഇതടക്കം മണ്ഡലത്തിലെ റോഡുകൾക്കായി 516 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 36 കോടി രൂപ മുടക്കി പണി കഴിപ്പിക്കുന്ന മന്നാശ്ശേരി കൊടിയത്തൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. റോഡ് പ്രവൃത്തികൾ മാത്രം 516 കോടി രൂപയുടേതാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം റോഡ് പ്രവൃത്തികൾ ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലുള്ള വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി സഹായകരമാവുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായ വലിയ ഒരു ഭാഗം 44 കിലോമീറ്റർ ദൂരം മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിൽ 248 കോടി രൂപ മുടക്കിയാണ് സർക്കാർ നിർമ്മിക്കുന്നത്. അതിൽ 34 കിലോമീറ്റർ ദൂരത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 8 കിലോമീറ്റർ ദൂരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോടഞ്ചേരി മുതൽ കക്കാടംപൊലി വരെയുള്ള മലയോര ഹൈവേയോടൊപ്പം തന്നെ കൈതപ്പോയിൽ നിന്ന് അഗസ്ത്യമുടി വരെയുള്ള ദൂരം ഏകദേശം 21 കിലോമീറ്റർ ദൂരം 98 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ് നവീകരിക്കുന്നത്. തിരുവമ്പാടിയിൽ നിന്ന് മറിപ്പുഴയിലേക്കുള്ള 17 കിലോമീറ്റർ ദൂരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കുന്നതിന് ഗവൺമെൻറ് ചെലവാക്കുന്ന തുക 108 കോടി രൂപയാണ്. നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡ് ഏകദേശം 8 കിലോമീറ്ററോളം വരുന്ന റോഡിന് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ ചെലവഴിക്കുന്നത് 36 കോടി രൂപയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ആ റീച്ചിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ കൂമ്പാറ അകമ്പുഴ കക്കാടംപൊയിൽ റോഡിന് 26 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വിനിയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിവാരം കേളൻമൂല പദ്ധതി കിഫ്ബി പദ്ധതിയുടെ പരിഗണനയിലുള്ള പ്രവൃത്തികളാണ്. ഇങ്ങനെ വലിയ വികസന പ്രവർത്തനം 516 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പൂർത്തീകരിച്ചതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ റോഡ് പ്രവൃത്തിയിൽ മാത്രമുണ്ട്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമാണ് ഉന്നത നിലവാരത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റോഡ് എന്ന നിലയിലേക്ക് ഉന്നത നിലവാരത്തിലേക്ക് മാറിയത്. പൂർണ്ണമായും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി
ആ ഗുണഭോക്താക്കളെ എല്ലാം ചേർത്ത് ഈ വികസന പ്രവർത്തനം നടത്തുന്ന നിലയിലാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി 28 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസ നിലവാരത്തിൽ നിന്നും സ്കൂളുകളെ ഉയർത്താൻ മാത്രം 17 കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത്. ഗവൺമെന്റ് കോളേജിന് 11 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള തുക അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലുള്ളത്. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 കോടി രൂപയാണ്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്ന പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപയാണ് അനുവദിച്ചത്. 3 കോടി 90 ലക്ഷം രൂപ മുടക്കിയാണ് ചേന്നമംഗലൂർ ഗവൺമെൻറ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതോടൊപ്പം മണാശ്ശേരിയും തോട്ടുമുക്കത്തും കൈതപ്പൊയിലുമെല്ലാം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുകയാണ്. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് കോളേജിന് 11 കോടിയുടെ വികസന പ്രവർത്തനം നടത്താനാണ് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും അതിൻ്റെ SPV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്ത് DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കായിക മേഖലയിലും കയ്യൊപ്പ് ചാർത്തുന്ന ഇടപെടലുകളാണ് മണ്ഡലത്തിൽ MLA നടപ്പിലാക്കുന്നത്. മാമ്പറ്റ സ്റ്റേഡിയം ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി 6.7 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഈ മലയോര മേഖലയിലെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് മാമ്പറ്റ സ്റ്റേഡിയം നവീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.7 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. ഇങ്ങനെ കിഫ്ബി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൻ്റെ മുഖം മാറ്റുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു പ്രദേശത്തിന്റെ വികസനം എങ്ങനെയാവണം എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് തിരുവമ്പാടി. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലൊന്നായ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ചത് 2148 കോടി രൂപയാണ്. 2148 കോടി രൂപ അനുവദിച്ച കിഫ്ബി പദ്ധതി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ SPV ആയ പദ്ധതി ആവശ്യമായ സ്ഥലമെടുപ്പെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തിരുവമ്പാടി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കിഫ്ബിയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ്.
കിഫ്ബി കേരളത്തിൻ്റെ ഒരു നട്ടലായി മാറുന്നത്, അല്ലെങ്കിൽ എന്താണ് പശ്ചാത്തല മേഖലയുടെ വികസനത്തിൻ്റെ നട്ടലായി മാറുന്ന ഒരു കാഴ്ച ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതിയെ ജനകീയമാക്കുന്നതിന്, വികസന പ്രവർത്തനങ്ങൾ നീണ്ടുപോവാതെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന്, കിഫ്ബിനെ ത്വരിതപ്പെടുന്നതിന് ഏറ്റവും മാതൃകാപരമായി താല്പര്യമെടുത്ത സംസ്ഥാന ഗവൺമെൻറ്റിനും കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ഡോക്ടർ TM തോമസ് ഐസക്കിനെയും എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കിഫ്ബിയുടെ 25ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും തിരുവമ്പാടിയുടെ ജനതയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ. ഒരു പ്രദേശത്തിന്റെ വികസനം എങ്ങനെയാകണം എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് തിരുവമ്പാടി. തിരുവമ്പാടിയുടെ ഈ വികസന ചൂണ്ടുപലക തന്നെയാണ് മണ്ഡലത്തെ വേറിട്ട് നിർത്തുന്നതും. ചരിത്രം ഏറെ ഉറങ്ങുന്ന മണ്ണാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജക മണ്ഡലം. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഇതിനോടകം നടന്നിരിക്കുന്നത്. ആ വികസന കാഴ്ചകൾ കാണാം നവകേരളം നവമുന്നേറ്റത്തിലൂടെ. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ചെക്കിയാട്, നാദാപുരം, കാവിലുംപാറ, മരുതോങ്കര, കായക്കുടി, നരിപ്പറ്റ, വളയം, തൂത്തേരി, എടച്ചേരി പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് നാദാപുരം നിയോജക മണ്ഡലം. CPIയിലെ EK വിജയനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായി MLA പറയുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയിലും പൊതുവികസനത്തിനുമായി നമ്മുടെ റവന്യൂ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അസാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാദാപുരം മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന സന്തോഷകരമായ വസ്തുതയുണ്ട്. പശ്ചാത്തല മേഖലയിൽ 180 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 42 കോടി രൂപ ചെലവിട്ടാണ് മുട്ടുങ്കൽ നാദാപുരം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കുളങ്ങരത്ത് നമ്പ്യത്താംകുണ്ട് വാളേരി വിലങ്ങാൻ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചത് 41 കോടി രൂപയാണ്. റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും റോഡുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം
സൗജന്യമായി വിട്ടു നൽകിക്കൊണ്ടാണ് പ്രവർത്തനം നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. മുട്ടുങ്ങൽ നാദാപുരം റോഡ് 42 കോടി അതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് സൈഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൈവരി തുടങ്ങിയതൊക്കെ വെക്കുന്നതിന് വേണ്ടി അഡീഷണൽ ഒരു 7 കോടിയുടെ പ്രവർത്തനം ഇപ്പം നടക്കുന്നുണ്ട്. തൊട്ടിൽപ്പാലം കുണ്ടുതോട് റോഡ് 14 കോടി. കാരണം എല്ലാവരുടെയും സ്ഥലം സമ്മതം കിട്ടിയതിന് ശേഷമേ ചെയ്യൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പകുതിയുടെ പ്രവർത്തനത്തിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലാകെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ നാദാപുരം മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 48 കോടിയുടെ പ്രവർത്തനം ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മറ്റ് വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗതിയിലാണ്. കുളങ്ങരത്ത് നമ്പ്യത്താംകുണ്ട് വാളൂക്ക് വിലങ്ങാട് റോഡ് 41 കോടിയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2-3 പഞ്ചായത്തുകളുടെ സാധ്യതകൾ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമാണ്. പക്ഷെ അതെല്ലാം സൗജന്യമായി സ്ഥലം കിട്ടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള താമസം വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. മലയോര ഹൈവേ തന്നെ ചുങ്കക്കുറ്റി പൂതമ്പാറ 38.47 കോടിയുടെ ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂതമ്പാറ തൊട്ടിൽപ്പാലം 45.34 കോടിയും ഇതേപോലെ പ്രവർത്തന പുരോഗതിയിലാണ്. തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡ് 29.77 കോടി. ചവറ മുടി പാലത്തിനായി 12 കോടി രൂപയും തുരുത്തിപ്പാലത്തിനായി 15 കോടി രൂപയും കല്ലാച്ചേരി കടവ് പാല നിർമ്മാണത്തിനായി 10 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ചവറമൊഴി പാലം 12 കോടി, തുരുത്തി പാലം 15 കോടി, കല്ലാച്ചേരി കടവ് പാലം 10 കോടി. അങ്ങനെ പശ്ചാത്തല മേഖലയിൽ റോഡ്, പാലം എന്നിവയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി ഭരണാനുമതി കിട്ടേണ്ട കുറേ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്നില്ല. ഭരണാനുമതി കിട്ടിയ ശേഷം അത് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. 18 കോടിയോളം രൂപയാണ് വിവിധ സ്കൂളുകളുടെ വികസനത്തിനായി വിനിയോഗിച്ചത്. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളെയും ആധുനിക നിലവാരത്തിൽ എത്തിക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ നാദാപുരം ഗവൺമെൻറ് കോളേജിന് 10 കോടി, വളയം ഹയർ സെക്കൻഡറിക്ക് 5 കോടി, കല്ലാച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി, വെള്ളിയോട് ഹയർ സെക്കൻഡറി 3 കോടി, നാദാപുരം ഗവൺമെൻറ് UP സ്കൂൾ 3 കോടി, മറ്റ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾക്ക് 1 കോടി തുടങ്ങിയ രീതിയിലാണ് അതിൻ്റെ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവായി എടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയുടെ 25ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളമാകെ പശ്ചാത്തല മേഖലയിലും അതോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെയും വികസന പ്രവർത്തനങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഒക്കെയായുള്ള ഒരു 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് കേരളത്തിൽ. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നതാണ് കിഫ്ബിയുടെ പ്രവർത്തനം. 25ാമത് വാർഷികാഘോഷവേളയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും സന്തോഷപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനം ത്വരിതപ്പെടുത്താനുള്ള
ഒരു ആഘോഷമായി തീരട്ടെ 25ാം വാർഷികം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാദാപുരം മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത്.